ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇനാസ് ഫാഷൻ ഹബ്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് 6 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള പ്യുർ ജാം കോട്ടൺ മെറ്റീരിയൽ ആണ്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ടീൽ ബ്ലൂ ആണ്. ടീൽ ബ്ലൂവും പിന്നെ ടീൽ ബ്ലൂവിൻ്റെ ഡസ്റ്റി ഷെയ്ഡും കൂടിയാണ് ടോപ്പിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. ടോപ്പിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെ ഈ ഒരു ഡിസൈനിലാണ്. നല്ല ഫ്ലവർ കൊണ്ടൊക്കെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്ലവറിൽ ലേസ് കൊണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ ടോപ്പിൻ്റെ കൈയിൻ്റെ ഭാഗം വരുന്നത് ഇങ്ങനെ ഈ ഒരു ഡിസൈനിലാണ്. ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ടോപ്പിൻ്റെ ബാക്കത്തെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഒരു ഡിസൈനിലാണ്. ഫ്ലവറിലൊന്നും ഹൈലൈറ്റിംഗ് ഇല്ലാതെയാണ് ബാക്കിൽ ഡിസൈൻ വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ മാത്രമേ ഫ്ലവറിലെ ഡിസൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് പ്യുർ മൽമൽ കോട്ടണിലാണ്. ടോപ്പിൻ്റെ സെയിം കളറിലാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത്. ഇനി ദുപ്പട്ടൻ്റെ 4 ബോർഡറിലും ഇങ്ങനെ ഒരു ലേസ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇനി അടുത്തത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് പ്യുർ കോട്ടണിലാണ്. പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീൻ ഷെയ്ഡും പിന്നെ അതിൻ്റെ ഡസ്റ്റി കളറും കൂടി ആയിട്ടാണ് ടോപ്പിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. ടോപ്പിലത്തെ ഫ്രണ്ടിലത്തെ ഡിസൈന് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോൺ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഈ ഫ്ലവർ ലേസ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൈയിൻ്റെ പോർഷൻ വരുന്നത് ഇങ്ങനെ ഈ ഒരു ഡിസൈനിലാണ്. താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ് കൊണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ടോപ്പിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഹൈലൈറ്റിംഗ് ഒന്നും ഇല്ലാതെയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് പ്യുർ മൽമൽ കോട്ടണിലാണ്. സെയിം ടോപ്പിൻ്റെ അതേ കളറിലാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത്. ദുപ്പട്ടൻ്റെ ഈ 4 ബോർഡറിലും ഇങ്ങനെ ഒരു ലേസ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇനി അടുത്തത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് പ്യുർ കോട്ടണിലാണ്. സെയിം കളറിൽ പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കും ഗ്രേയും ആയിട്ടാണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്ലവറും ലേസ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി കൈയിൻ്റെ പോർഷൻ വരുന്നത് ഇങ്ങനെ ഒരു ഡിസൈനിലാണ്. താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ ഹൈലൈറ്റിംഗ് ഇല്ല. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് പ്യുർ മൽമൽ കോട്ടണിലാണ്. സെയിം ടോപ്പിൻ്റെ അതേ കളറിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത്. ദുപ്പട്ടൻ്റെ താഴെ ഇങ്ങനെ 4 ബോർഡറിലും ഇങ്ങനെ ഒരു ലേസ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് പ്യുർ കോട്ടണിലാണ്. ബ്ലാക്ക് കളറിൽ പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു വയലറ്റും പർപ്പിളും ഷെയ്ഡിലാണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. ടോപ്പിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ചെറിയ സ്റ്റോൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ഫ്ലവറിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. ആ ഫ്ലവർ ഒരു ലേസ് വർക്ക് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി കൈയിൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട്. ഇനി ടോപ്പിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ഡിസൈനിലാണ്. ഹൈലൈറ്റിംഗ് ഇല്ല ബാക്ക് സൈഡിൽ. ഇനി അടുത്തത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് സെയിം പർപ്പിളിലും ലാവൻഡർ കളറിലുമാണ്. നല്ല പ്യുർ മൽമൽ കോട്ടണിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. ദുപ്പട്ടൻ്റെ 4 ബോർഡറിലും ഇങ്ങനെ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് പ്യുർ കോട്ടണിലാണ്. സെയിം കളറിൽ പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ്. മസ്റ്റാർഡ് യെല്ലോ പിന്നെ അതിൻ്റെ ഒരു ഡസ്റ്റി ഷെയ്ഡും കൂടിയാണ് ടോപ്പിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്.
നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ചെറിയ സ്റ്റോണ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടത്തെ ഈ ഡിസൈനിൽ ഈ ഫ്ലവർ ഒരു ലേസ് വർക്ക് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി കൈയിൻ്റെ പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഈ ഒരു ഡിസൈനിലാണ്. താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ് വരുന്നുണ്ട്. ഇനി അടുത്തത് ടോപ്പിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഹൈലൈറ്റിംഗ് ഒന്നുമില്ല, ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈനിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് സെയിം കളറിലാണ്, മസ്റ്റാർഡ് യെല്ലോ, അതിൻ്റെ ഡസ്റ്റി ഷെയ്ഡും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ദുപ്പട്ടൻ്റെ 4 സൈഡിലും ഇങ്ങനെ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് പ്യുർ കോട്ടണിലാണ്, പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡും അതിൻ്റെ ഡസ്റ്റി കളറും കൂടി ആയിട്ടാണ് ടോപ്പിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. ടോപ്പത്തെ ഫ്രണ്ടത്തെ ഡിസൈന് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ചെറിയ സ്റ്റോൺ അവിടെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടത്തെ ഈ ഫ്ലവർ ലേസ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി കൈയിൻ്റെ പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഈ ഒരു ഡിസൈനിലാണ്. താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ് വന്നിട്ടുണ്ട്. ടോപ്പിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഹൈലൈറ്റിംഗ് ഒന്നുമില്ല, ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഹൈലൈറ്റിംഗ് വന്നിട്ടുള്ളൂ. ഇനി അടുത്തത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളതും മൽമൽ കോട്ടണിലാണ്. സെയിം ടോപ്പിൻ്റെ അതേ കളറിലാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത്. 4 സൈഡിലും ഇങ്ങനെ ഒരു ലേസ് വന്നിട്ടുണ്ട്. ഇനി ബോട്ടം വന്നിട്ടുള്ളത് പ്യുർ കോട്ടണിൽ സെയിം കളറിലാണ്, പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ 6 ഷെയ്ഡ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ DM ചെയ്യുക.